everyone, good evening. Welcome back to Xylem Learning. Arunama Miss ആണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സേഫ് ഫുഡ്, സുരക്ഷിത ഭക്ഷണം എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ സേഫ് ഫുഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിരിക്കണം അല്ലെ. കാരണം ഭക്ഷണം സുരക്ഷിതമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് അപ്സെറ്റ് ആവാൻ തുടങ്ങും. അതേപോലെ തന്നെ നമുക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും. മൊത്തം ഹെൽത്ത് തന്നെ ആകെ അങ്ങ് തകിടം മറിയും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം ഉണ്ടാവുക അല്ലെ. ചിലർക്ക് വെജിറ്റബിൾസിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് ഫിഷ് ഐറ്റംസും ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക, ചിലർക്ക് ചിക്കൻ, മീറ്റ് പോലുള്ള കുറെ കാര്യങ്ങളായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും പ്രിഫറബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഫിഷിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തരുന്നത്. മുൻപേ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും കടൽ തീരം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് ഫിഷിന്റെ അവൈലബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ഫിഷിനെ നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു കടലില് നമ്മുടെ എന്ത് ചെയ്യും, ഫിഷർമാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാൻ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും അല്ലെ. അപ്പൊ അവർ പോകുന്ന സമയത്ത് തന്നെ ഈ മീനൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് ദൂരങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കണമെങ്കിലും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ മീനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ചീഞ്ഞു പോകാണ്ടിരിക്കാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഐസ് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഐസ് വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലത്തേക്ക് അല്ലെ, ചിലപ്പോൾ ഐസിട്ടിൽ ഇട്ട് വെച്ച മീനൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ആരാണ് അങ്ങനെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവിടെയാണ് നിങ്ങൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവിനെ കുറിച്ച് അറിയേണ്ടത്. സോ അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ഫോർ ഒബ്റ്റൈനിങ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഫോർ ഫാസ്റ്റ് സോളിഡിഫിക്കേഷൻ വൈൽ മേക്കിംഗ് ഐസ്. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അമോണിയം ക്ലോറൈഡ് നമ്മൾ ഈ ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാറുണ്ട്. എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് സോളിഡിഫിക്കേഷൻ, അതായത് പെട്ടെന്ന് തന്നെ ഐസ് എന്ത് ചെയ്യണം, ഖരരൂപത്തിലേക്ക് മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചേർക്കുന്നത്. അപ്പൊ തന്നെ ലോ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യും, ഐസ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പൊ ഈ അമോണിയം ക്ലോറൈഡിൽ ഇട്ട് വെച്ച മീനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിന്റെ ചുറ്റും എന്തായിട്ടുണ്ടാവും, അമോണിയം ക്ലോറൈഡ് ആയിട്ടുണ്ടാവും. ശരിക്കും അമോണിയം ക്ലോറൈഡ് നമുക്ക് ഹെൽത്തിന് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളുള്ള ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റെസ്റ്റൈൻ, അതായത് നമ്മുടെ കുടലിനൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാനാണ് നമ്മളിവിടെ എപ്പോഴും മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിക്കളയണം എന്ന് പറയുന്നത്. എന്തിനാണ്? അതിനെ പുറത്തുള്ള അല്ലെ ഈ പറയുന്ന കെമിക്കൽസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫോർമാലിൻ ഇട്ട് വെച്ച മീനുകളെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് വന്ന് അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ ഇത്തരത്തിൽ മീൻ അഴുകാതിരിക്കാനും ഫോർമാലിൻ ഇട്ട് വെക്കുന്ന രീതിയിലൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഫോർമാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതശരീരങ്ങൾ കേടുകൂടാതെ, അതായത് നിങ്ങൾ മെഡിക്കൽ കോളേജസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെ ഡെഡ് ബോഡീസ് ഉണ്ടാവും. അപ്പൊ അത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അഴുകാതിരിക്കാൻ ഫോർമാലിൻ ഇട്ട് വെക്കും. ആ ഫോർമാലിനാണ് ഭക്ഷ്യവസ്തു, നമുക്ക് കഴിക്കേണ്ട ഭക്ഷ്യവസ്തു കൊണ്ടുപോയി ഇടുന്നത്. അപ്പൊ എത്രത്തോളം അത് നമുക്ക് അൺസേഫ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഇത്തരത്തിൽ പലരും അല്ലെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. ഏതാണ് ആ പദാർത്ഥം എന്ന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മീനിൻ്റെ അകത്ത് അല്ലെ ഇടുന്ന പദാർത്ഥം ഏതാണ്? അമോണിയം ക്ലോറൈഡ്. എന്തിനാണ് അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നത്? അത് ഐസ് അല്ലെ, ഐസ് പെട്ടെന്ന് ഉണ്ടാവാനും ഐസിന് ലോ ടെമ്പറേച്ചറിൽ തന്നെ സോളിഡിഫൈ ആവാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.